അയോധ്യ രാമക്ഷേത്ര സംഭാവന തട്ടിപ്പ് കേസിൽ സിബിഐ അന്വേഷണവും ഫോറൻസിക് ഓഡിറ്റും ആവശ്യപ്പെട്ടുള്ള ഹർജികൾ സുപ്രീം കോടതി ഇന്ന് പരിഗണിക്കും. ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ 3-അംഗ ബെഞ്ചാണ് ഒരു കൂട്ടം ഹർജികൾ പരിഗണിക്കുന്നത്. പുനഃസംഘടിപ്പിച്ച SITയുടെ വിശദാംശങ്ങൾ ഉത്തർപ്രദേശ് സർക്കാർ സുപ്രീം കോടതിയെ അറിയിക്കും. RJD MP സുധാകർ സിംഗ് ഉൾപ്പെടെയുള്ളവർ നൽകിയ ഹർജികളാണ് സുപ്രീം കോടതിയുടെ പരിഗണനയിലുള്ളത്. സംഭാവന തട്ടിപ്പ് കേസ് രാഷ്ട്രീയവൽക്കരിക്കരുത് എന്നാണ് ചീഫ് ജസ്റ്റിസ് നൽകിയ മുന്നറിയിപ്പ്. ശ്യാം ദേവരാജന്റെ വിശദാംശങ്ങളുമായി ശ്യാം, CBI അന്വേഷണം തേടിയുള്ള ഹർജികൾ അത് എപ്പോഴാണ് പരിഗണിക്കുന്നത്? ഒപ്പം ഈ SIT പുനഃസംഘടിപ്പിച്ചുള്ളതിന്റെ തലപ്പത്ത് ഇപ്പോൾ ഒരു മലയാളിയാണ്. അതടക്കമുള്ള കാര്യങ്ങൾ ഇന്ന് കോടതിയിൽ അറിയിക്കുമോ? കീർത്തന, അയോധ്യ രാമക്ഷേത്ര സംഭാവന തട്ടിപ്പ് കേസാണ് ഇന്ന് സുപ്രീം കോടതിയുടെ പരിഗണനയ്ക്ക് വരുന്നത്. ഇക്കാര്യത്തിൽ CBI അന്വേഷണം SIT അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജിയാണ് സുപ്രീം കോടതിയുടെ പരിഗണനയിലുള്ളത്. ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ 3-അംഗ ബെഞ്ചാണ് ഈ ഹർജികൾ പരിഗണിക്കുന്നത്. കഴിഞ്ഞ ആഴ്ച ഈ ഹർജികൾ പരിഗണിക്കവേ ഈ SITയുമായി ബന്ധപ്പെട്ട SIT പുനഃസംഘടിപ്പിച്ച് അക്കാര്യം അറിയിക്കണമെന്ന് ഉത്തർപ്രദേശ് സർക്കാരിനോട് സുപ്രീം കോടതി നിർദ്ദേശം നൽകിയിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് മലയാളിയെ തലവനാക്കി ഈ SIT പുനഃസംഘടിപ്പിച്ചതിന്റെ വിശദാംശങ്ങളാവും ഇന്ന് സുപ്രീം കോടതിയിൽ ഉത്തർപ്രദേശ് സർക്കാർ നൽകുക. ഉത്തർപ്രദേശ് സർക്കാരിന് വേണ്ടി ഹാജരാകുക കേന്ദ്ര സർക്കാരിന്റെ അഭിഭാഷകനായ സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത ആയിരിക്കും. കാരണം അത്രയും ഗൗരവതരമായ പ്രശ്നമായാണ് സുപ്രീം കോടതിയുടെ മുന്നിൽ ഈ വിഷയം ഉള്ളത്. പ്രത്യേകിച്ചും ഈ മാത്രമല്ല അന്വേഷണ പുരോഗതി ഇതുമായി ബന്ധപ്പെട്ട ഈ സംഭാവന കവർച്ചയുമായി ബന്ധപ്പെട്ട് സംഭാവന കൊള്ളയുമായി ബന്ധപ്പെട്ട ഉള്ള അന്വേഷണ പുരോഗതി റിപ്പോർട്ട് കൂടി ഇന്ന് SIT സുപ്രീം കോടതിയിൽ നൽകുകയും ചെയ്യും. ഇക്കാര്യത്തിൽ കാണിക്ക ലഭിച്ച തുക എണ്ണുന്നതിന് ഉൾപ്പെടെ നിയോഗിച്ച ഇൻചാർജ് ഉൾപ്പെടെയുള്ള 8 പേരെ അറസ്റ്റ് ചെയ്തു എന്ന കാര്യമാണ് SIT സുപ്രീം കോടതിയെ അറിയിക്കുകയും ചെയ്യുന്നത്. മാത്രമല്ല പ്രതികളുടെ സാമ്പത്തിക ഭൂമി ഇടപാടുകൾ സംബന്ധിച്ചുള്ള വിശദാംശങ്ങളും പ്രാഥമികമായ വിശദാംശങ്ങളും SIT ഇന്ന് സുപ്രീം കോടതിയെ അറിയിക്കുകയും ചെയ്യും. RJD MP സുധാകർ സിംഗ് ഉൾപ്പെടെയുള്ളവർ നൽകിയ ഹർജികളാണ് സുപ്രീം കോടതിയുടെ പരിഗണനയിലുള്ളത്. ശരി, അയോധ്യ സംഭാവന തട്ടിപ്പിലാണ് CBI അന്വേഷണം തേടിയുള്ള ഹർജികൾ ഇന്ന് സുപ്രീം കോടതിക്ക് മുൻപിലുള്ളത്. അന്വേഷണ പുരോഗതിയും ഇന്ന് കോടതിയെ അറിയിക്കും. ഒപ്പം ഈ SIT പുനഃസംഘടനയുടെ വിവരങ്ങളും കോടതിയെ അറിയിക്കും. ശ്യാം ദേവരാജാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.